ഈ ഒരു വ്യക്തി കാരണം ഞങ്ങളുടെ സന്തോഷം പോയി, സമാധാനം പോയി, എല്ലാം പോയി. 3 പെൺകുട്ടികളുടെ അമ്മയായി എനിക്ക് ഇതിന് ഒരു നീതി കിട്ടണം. നീതി കിട്ടാതെ ഞങ്ങൾ ജീവിച്ചിട്ട് എന്തിനാണ് സാർ ഈ സമൂഹം? കേരളം എന്തൊരു മാറ്റമാണല്ലേ, നിങ്ങൾ അറിയുന്നില്ലേ ഇതൊക്കെ? അതും ഭരണകക്ഷിയുടെ പാർട്ടിയിൽ വിശ്വസിക്കുന്ന അണികളുടെ തന്നെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റുള്ളവർക്ക് എന്താണ് നേരിടേണ്ടി വരിക? കടവന്ത്ര പോലീസിൻ്റെ വികൃതികളെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു ടീനേജുകാരിയെ ഒരു 17കാരൻ ലൈംഗികമായി അതിക്രമം കാണിക്കുകയാണ് ഈ ടീനേജുകാരിയോട്. അപ്പോൾ അത് കണ്ണിൻ്റെ മുമ്പിൽ കാണുന്ന ആ ടീനേജുകാരിയുടെ അച്ഛൻ അതിനെതിരെ പ്രതികരിക്കുകയും ഇത് ചെയ്യുന്ന പയ്യനെ ഓടിച്ചിട്ട് പിടിച്ച് 2 പൊട്ടിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു എപ്പിസോഡ് തീരുന്നു. പക്ഷേ പോലീസ് ഇടപെട്ട് ഇവർ കേസുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ ടീനേജുകാരി ആക്രമിക്കപ്പെട്ടു എന്ന നിലയിൽ പോലീസ് കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന ഈ ഒരു കുടുംബത്തിന് നേരെ പാർട്ടിക്കാർ ഇതേപോലെ വലിയ തരത്തിലുള്ള പ്രചാരണവും അതേപോലെ ഈ കേസ് പിൻവലിക്കാനുള്ള ശ്രമങ്ങളുമൊക്കെ ആയിട്ട് വരികയാണ്. അവരുടെ ആത്മാഭിമാനം മുറിപ്പെടുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് പിന്നീട് ഈ പോലീസ് സ്റ്റേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നടക്കുന്നത്. കടവന്ത്ര പോലീസിൻ്റെ കൃത്യവിലോപം എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ കോടതിയിൽ നിന്ന് കുടുംബത്തിന് നീതി ലഭിക്കുന്നു എന്നുള്ളതാണ്. മുൻകൂർ ജാമ്യം ലഭിക്കുകയാണ്. അതായത് ടീനേജുകാരിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് ഈ ഒരു കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ കൊടുത്തത്, അതിനെ കൗണ്ടർ കേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവർ ഈ കുട്ടിയെ, അതായത് അതിക്രമം കാണിച്ച കുട്ടിയെ പെൺകുട്ടിയുടെ അച്ഛൻ ആക്രമിച്ചു, ശാരീരികമായി ഉപദ്രവമേൽപ്പിച്ചു എന്നുള്ള കൗണ്ടർ കേസ് കോടതി പരിഗണിക്കുകയും ഈ കേസെടുക്കുന്നതിൽ നിന്ന്, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ, ഈ കുടുംബനാഥനെ, പെൺകുട്ടിയുടെ അച്ഛനെ അറസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് ഈ താൽക്കാലികമായി ജാമ്യം നൽകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തു. കൗണ്ടർ കേസ് എടുത്തുകൊണ്ട് മാക്സിമം ഈ പെൺകുട്ടിയുടെ കുടുംബത്തെ കേസിൽ നിന്ന് അവർ കൊടുക്കുന്ന, പെൺകുട്ടിക്ക് നീതി ലഭിക്കണമെന്ന് പേരിൽ കൊടുക്കുന്ന കേസിനെ പിൻവലിപ്പിക്കാനാണ് മാക്സിമം പോലീസ് സ്റ്റേഷൻ ശ്രമിച്ചത്. പക്ഷേ കോടതി തക്ക സമയത്ത് ഇടപെട്ട് കൃത്യമായി അവർക്ക് നീതി നൽകി എന്നുള്ളതാണ് നമുക്ക് കാണാനാവുന്ന യാഥാർത്ഥ്യം. നീതിപീഠങ്ങൾ ഇത്തരത്തിലുള്ള നീതി ലഭ്യമാക്കുന്ന പ്രക്രിയ വൈകരുത് എന്നുള്ളത് മാത്രമാണ് സാധാരണ ജനത്തിന് ആശ്വാസമായിട്ടുള്ള ഏക കാര്യം. അപ്പോൾ ഒന്നുകൂടിയുണ്ട്, ഇവിടെ ഭരണപക്ഷത്തിലെ പാർട്ടിക്കാർക്ക് തന്നെയാണ്, അനുഭാവികൾക്ക് തന്നെയാണ് ഇത്തരത്തിലൊരു വലിയ പ്രശ്നം നേരിടേണ്ടി വന്നത്.